ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പതിവിലും നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല മഴക്കാറുണ്ടായിരുന്നു. ഞാനൊരു മഴ എക്സ്പെക്റ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അതിനോടൊപ്പം ഞാൻ നന്നുനെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ കുളിക്കാനൊന്നും ആൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഞങ്ങൾ റെഡിയായി പോകുന്നത് 2-3 അമ്പലങ്ങളിലേക്കാണ്. നന്നുനെ ഈ വർഷം സ്കൂളിൽ ചേർത്തു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞിനെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ആറ്റുകാൽ അമ്പലത്തിൽ കൊണ്ടുപോയി ദേവിയെ കണ്ട് തൊഴിയിപ്പിക്കണം. നല്ലോണം ആദ്യം അക്ഷരം എഴുതിപ്പിച്ചത് ആറ്റുകാൽ അമ്പലത്തിൽ വെച്ചിട്ടാണ്. ഞാനൊരു പത്തനംതിട്ടക്കാരിയാണ്. പത്തനംതിട്ടയിൽ ഒരു ചെറിയ ഗ്രാമമായ കുളത്തുകണ്ണിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ. അപ്പോൾ എനിക്ക് ആകെ ട്രിവാൻഡ്രമായിട്ടുള്ളൊരു കണക്ഷൻ എന്ന് പറയുന്നത് എല്ലാ വർഷവും പപ്പ നാട്ടിൽ വരുമ്പോൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ പോയിട്ട് പിക്ക് ചെയ്യുന്ന ഒരു ഓർമ്മയാണ് കൂടുതലും ഉള്ളത്. കല്യാണപ്രായമായി കല്യാണം നോക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പത്തനംതിട്ടയിൽ നിന്ന് മാറി മറ്റൊരു ജില്ലയിലേക്ക് ഞാൻ കല്യാണം കഴിച്ച് പോകുമെന്ന്. അങ്ങനെ കൊല്ലത്തേക്ക് വന്ന് ഞാൻ കൊല്ലത്ത് സ്ഥിരമായി താമസിക്കാതെ ട്രിവാൻഡ്രത്തേക്ക് സ്ഥിര താമസമായി. ജീവിതമൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ലോ പോകുന്നത്. കാര്യം 6-7 കൊല്ലമായിട്ട് ഞാൻ ട്രിവാൻഡ്രത്തുണ്ടെങ്കിലും ഞാൻ വലിയതായിട്ട് ട്രിവാൻഡ്രം ഒന്നും എക്സ്പ്ലോർ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇത്രയും നാളായിട്ടും ഞാൻ ഈ വർഷമാണ് ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാല ഇടുന്നത്. ഇരുണ്ട് മൂടി ആകാശം കിടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ മഴ പെയ്തിട്ടില്ല. പക്ഷെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോൾ എന്ത് തിരക്കാരെന്നറിയോ. ആറ്റുകാൽ അമ്പലത്തിനുള്ളിൽ കയറി തൊഴാൻ പറ്റത്തില്ലയോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് നന്നായിട്ട് കണ്ട് തൊഴാൻ പറ്റി. അമ്പലത്തിൻ്റെ അടുത്ത് കളിപ്പാട്ടം വിൽക്കുന്നത് കണ്ടിട്ട് അത് വേണമെന്ന് വാശി പിടിച്ച് കരച്ചിലായിരുന്നു ഞാൻ. അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ച ഉണ്ണിയപ്പം കൂടി കഴിക്കാൻ തയ്യാറാവാതെ പിണങ്ങിയിരിക്കുന്ന ഷോയാണ് ഈ കാണുന്നത്. ഇന്ന് ഞങ്ങൾ പോയത് പഴവങ്ങാടി ഗണപതി കോവിലേക്കാണ്. അവിടെയും തിരക്കായിട്ട് കൂടി നന്നായിട്ട് ഭഗവാനെ കണ്ട് തൊഴാൻ പറ്റി. ഗണപതി ഭഗവാന് മുമ്പിൽ നന്നുവിൻ്റെ പേരിലൊരു തേങ്ങ വിളിച്ചു. അവിടെ അടുത്ത് തന്നെയുള്ള ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലേക്ക് പിന്നെ പോയി. ഞാൻ ആദ്യമായിട്ടാണ് അവിടെയും അമ്പലത്തിൽ പോകുന്നത്. അവിടെ വലിയ കുളവും അവിടെ നിറയെ മീനുകളും ഉണ്ടായിരുന്നു. നന്നുവിന് മീനുകളെ കണ്ടപ്പോൾ കുറച്ച് ആശ്വാസമായി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് കളിപ്പാട്ടം വേണമെന്ന് പറഞ്ഞ് ചിണങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല. ഒരു സമയം വരെ ഞാൻ അമ്പലത്തിൽ പോയി തൊഴുന്ന സമയത്ത് കണ്ണടച്ച് ഉള്ള പരാതികളും മനസ്സിലുള്ളതെല്ലാം അങ്ങ് പറയുന്ന കൂട്ടത്തിൽ എൻ്റെ ഫേസ് ഭയങ്കര സീരിയസും ഭയങ്കര സാഡുമായിട്ട് മാറുമായിരുന്നു. ഇത് കണ്ടൊരിക്കലും ഒരു തിരുമേനി എന്നോട് ചോദിച്ചു, എന്താണ് ഇത്ര വിഷമം, എന്തിനാണ് ഇങ്ങനെ മുഖം വെച്ചിരിക്കുന്നതെന്ന്. ഭഗവാനോട് സംസാരിക്കുമ്പോൾ വളരെ ശാന്തമായിട്ട് കണ്ണ് തുറന്ന് സമാധാനമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ ആ രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഞങ്ങൾ കൊല്ലത്തെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ബൈ.